ഏതായാലും നിങ്ങളെല്ലാവരും വലിയ വിഷമത്തിലാണ്. ഉമയ്യത്ത് ബിലാലിൻ്റെ അടുത്തേക്ക് പോകാനിറങ്ങി. പക്ഷേ അവിടെ ആ പോകാൻ ഇറങ്ങുമ്പോൾ അവിടെ അബൂ സുഫിയാനുണ്ട്, അബൂ ജഹലുമുണ്ട്, രണ്ടുപേരുമുണ്ട്. രണ്ടുപേരും ഉമയ്യത്തിനെ കടന്നു പിടിച്ചു. നീ ഇവിടെ ഇരിക്ക്, ഞങ്ങൾ പറയട്ടെ. അങ്ങനെ ഉമയ്യത്ത് അവിടെ ഇരുന്നു. നീ ഇപ്പോൾ പോയിട്ട് എന്താണ് ബിലാലിനെ ചെയ്യാൻ പോകുന്നത്? ഉമയ്യത്ത് പറഞ്ഞു, ഞാൻ അവനെ കൊല്ലും. അബൂ സുഫിയാനും അബൂജഹലും പറഞ്ഞു, നീ ബിലാലിനെ കൊന്നതുകൊണ്ട് ഒന്നും ആയില്ല. ബിലാലിനെ കൊന്നാൽ ബാക്കിയുള്ള അടിമകൾക്ക് പേടിയാവില്ല. നീ ബിലാലിനെ ആക്രമിക്കണം, ബിലാലിനെ ഉപദ്രവിക്കണം, ബിലാലിനെ ലോകത്ത് ഇനി ഒരടിമയും ഇസ്ലാം മതം സ്വീകരിക്കാൻ പാടില്ലാത്ത വിധം ശിക്ഷിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളൊക്കെ ഇത്തരം ആഭാസങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുന്നവരാണ്. അബൂജഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അബൂജഹലിൻ്റെ ആദ്യത്തെ പേര് അബുൽ ഹക്കം എന്നായിരുന്നു. അബുൽ ഹക്കം എന്ന് പറയുമ്പോൾ ചീഫ് ജസ്റ്റിസ് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അബൂ ജഹൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറയും? വിവരമില്ലാത്തവരുടെ വാപ്പ എന്നാണ് അർത്ഥം. അത്രയ്ക്ക് വൃത്തികേടുകൾ മാത്രമേ ലോകത്ത് ചെയ്യുകയുള്ളൂ ചെയ്തിട്ടുള്ളൂ അബൂജഹൽ. ആ അബൂജഹൽ പിന്നെ അബൂ സുഫിയാൻ രണ്ടുപേരും കൂടിയിട്ട് ഈ ഉമയ്യത്തിനെ ഇങ്ങനെ എരികേറ്റാണ്. ഉമയ്യത്തിനോട് പറഞ്ഞു, നിൻ്റെ അടിമ, നീ എത്ര പൊന്നുപോലെ കൊണ്ടു നടന്ന അടിമ. അങ്ങനെയാണല്ലോ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരാൾക്ക്, നമ്മളിപ്പോൾ മലയാളത്തിൽ നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ മൂട്ടി കൊടുക്കുക എന്ന് പറയും അല്ലേ? ഇപ്പോൾ വടക്കൻ മലബാറിലൊക്കെ എരികേറ്റുക എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ അവനെങ്ങനെ രക്തത്തിളപ്പുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കും. ഉമയ്യത്തിനെ അവൻ്റെ ശത്രുക്കളായ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരായ ശത്രുക്കൾ വളഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, ഉമയ്യത്തെ നിൻ്റെ അടിമ, എത്ര വില കൊടുത്താണ് നീ അവൻ്റെ ഉപ്പയെ വാങ്ങിയത്, അവൻ്റെ ഉമ്മയെ വാങ്ങിയത്, അവർക്ക് ഭക്ഷണം കൊടുത്തത്, അവരെ വളർത്തിയത്. നിൻ്റെ അടിമപ്പാളയത്തിൽ ജനിച്ചു വളർന്ന ബിലാൽ, നീ കച്ചവട സാധനങ്ങളുമായി സിറിയയിലേക്ക് അവനെ പറഞ്ഞു വിട്ടില്ലേ? നീ അവനെ വിശ്വസിച്ചില്ലേ? നീ അവനെ ഇഷ്ടപ്പെട്ടില്ലേ? നിൻ്റെ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ നിൻ്റെ തോട്ടത്തിലെ നിൻ്റെ ആടുമാടുകളെ, നൂറുകണക്കിന് ആയിരക്കണക്കിന് മാടിനെ ഒട്ടകത്തെ നീ പറഞ്ഞു വിട്ടില്ലേ? എന്തിനാണ്? ഇത് മുഴുവനും അവരിങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ചതല്ലേ? എന്നിട്ട് ആ അടിമ നിന്നെ ചതിച്ചല്ലോ, എന്നിട്ട് ആ അടിമ നിന്നെ കുറ്റപ്പെടുത്തിയല്ലോ. ഉമയ്യത്ത് ഇറങ്ങാൻ നേരം അബൂ സുഫിയാൻ പറഞ്ഞു, കൊല്ലണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ബിലാലിനെ മലർത്തിക്കിടത്തിയിട്ട് ബിലാലിൻ്റെ ശരീരത്ത് മുഴുവനും വലിയ വലിയ ആണി അടിച്ചാലോ? ഉമയ്യത്ത് ഇങ്ങനെ ഗൗരവത്തോടു കൂടി നോക്കി. അബൂജഹൽ പറഞ്ഞു, അങ്ങനല്ല, കാലിൽ കെട്ടിയിട്ട് വലിച്ചിഴച്ചു കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞു. ഉമയ്യത്ത് പറഞ്ഞു, എനിക്ക് ആദ്യം ബിലാലിനെ കണ്ട് ചോദിക്കണം, ഞാൻ ഈ കേട്ടത് സത്യമാണോ എന്ന്. എൻ്റെ ഭക്ഷണം കഴിച്ച് എൻ്റെ കൊട്ടാര വളപ്പിൽ എൻ്റെ ആടുമാടുകളെ നോക്കി എൻ്റെ എച്ചിരി തിന്നു കഴിഞ്ഞ എൻ്റെ അടിമ, ഞാൻ പറയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അടിമ, ഞാൻ പറയാതെ ഒരു കാര്യം ചെയ്യാത്ത അടിമ, അവൻ എങ്ങനെ ഇത്ര ധൈര്യം കിട്ടി? അവന് ആരാണ് കൂട്ടിക്കൊണ്ടുപോയത്? ഒക്കെ എനിക്ക് കണ്ടുപിടിക്കണം. ആർക്കും ഒരു സമാധാനവും ഞാൻ കൊടുക്കില്ല, എല്ലാവരെയും ഞാൻ പിടിച്ചു കെട്ടും എന്നു പറഞ്ഞ് കലിപുണ്ട് ആ യോഗം നടന്ന സ്ഥലത്ത് നിന്ന് ഉമയ്യത്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് ബിലാലിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? ബിലാൽ തൻ്റെ അടിമപ്പാളയത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് ജോലി ചെയ്യാണ്. ഇന്നലെ വരെ ഇല്ലാത്ത ഒരു തൃപ്തി. കാരണം താൻ ഈ ജോലിയൊന്നും ചെയ്യാനുള്ളവനല്ല, താൻ യഥാർത്ഥത്തിൽ ഒരു അടിമയല്ല. താൻ അടിമയാകുന്നത് അള്ളാഹുവിൻ്റെ അടിമയാണ്, കേവലം ഈ ഉമയ്യത്തിൻ്റെ അടിമയല്ല. അതുകൊണ്ട് ഈ ആടുകളെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സുഖം പോലെ, ഈ ഒട്ടകങ്ങളെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സുഖം പോലെ, മുഖത്തെ മ്ലാനത മാറി, മനസ്സിൻ്റെ ശൂന്യത മാറി, നല്ല തൃപ്തിയും നല്ല സന്തോഷവും. പക്ഷേ അന്ന് ബിലാൽ ഈ ആടിന് വെള്ളം ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലായ ഈ ലോകത്തെ പടച്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ആടിന് വെള്ളം കൊടുക്കുന്നു. ഒട്ടകത്തിന് പുല്ല് കൊടുക്കുമ്പോൾ ബിലാൽ പറയുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാം 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 ഇനി ഈ ലോകത്ത് ബിലാൽ ഒന്ന് ചലിക്കണമെങ്കിൽ തൻ്റെ നാവിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തൻ്റെ വിശ്വാസത്തിൻ്റെ മധുരം നുകരും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമയ്യത്ത് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി വരുന്നത് ബിലാൽ കണ്ടത്. പേടിച്ച് വിറച്ച് ബിലാൽ ഉമയ്യത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു അട്ടഹാസമായിരുന്നു അവിടെ. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് നാളത്തെ അൽബയാനിൽ ചർച്ച ചെയ്യാം.